ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. സാലി സാർ ആണ്. വെൽക്കം ടു 5K ഫാമിലി. മക്കളെ, നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പാർട്ട് 2 എടുക്കണം കേട്ടോ. പാർട്ട് 2 ആണ്. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി ശ്രദ്ധിക്കണേ. നോയിക്കോളൂ. എടാ, ചാപ്റ്റർ പേരെന്തായിരുന്നു? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം അല്ലെ. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും. ഈ ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇതിന്റെ ബേസിക് പഠിച്ചു ഫസ്റ്റ്, പിന്നെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു. ഇനി പഠിക്കുന്നത് സെക്കൻഡ് പാർട്ടാണ്. പാർട്ട് 2 ആണ്. സെറ്റ് ആണോ? ഓക്കെ അല്ലേ? അടിപൊളി പഠിക്കാൻ നമുക്ക് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞതിൽ നമ്മൾ ഏതുവരെ പഠിച്ചു? നമ്മൾ പഠിച്ച നമുക്കറിയാം. നമ്മൾ ആൽക്കൈൻ എന്താ പഠിച്ചു? ആൽക്കീൻ എന്താ പഠിച്ചു അല്ലേ? ആൽക്കൈന്, ആൽക്കീന്, ആൽക്കൈന് അല്ലെ, 3 ഗ്രൂപ്പ് പഠിച്ചു. അതിനെന്ത് പഠിച്ചു? നെയ്മിങ് പഠിച്ചു. നമ്മൾ നെയ്മിങ്ങും പഠിച്ചില്ലേ? 3ന്റെയും നെയ്മിങ്ങും പഠിച്ചു അല്ലേ? പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നൊക്കെ നെയ്മിങ്ങും പഠിച്ചു. ഇനി നമ്മൾ നെയ്മിങ് പഠിച്ചത് ഇങ്ങനെയായിരുന്നു. CH3 ഒന്ന് കട്ടി കൂട്ടാം അല്ലെ? കാണുന്നില്ല, ഒന്ന് കട്ടി കൂട്ടാം. നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിരുന്നത്. CH3, CH2, CH2 ഇങ്ങനെ CH3 ഇങ്ങനെ ഒരൊറ്റ ചെയിന്റെ പഠിച്ചിരുന്നു, ബ്രാഞ്ച് ഒന്നും ഇല്ലാതെ. സർ, ബ്രാഞ്ച് പറഞ്ഞാൽ എന്താ? എടാ, ബ്രാഞ്ച് പറഞ്ഞാൽ എന്താ ചെയ്യാ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യണം? ഓരോ ഇത് പോകണം, ഓരോ ബോണ്ട് പോകണം, അങ്ങനെ ബ്രാഞ്ച് ആയിട്ട് പോകണം. ഇവിടെ എന്തെങ്കിലുമൊക്കെ വരണം. മനസ്സിലാവുണ്ടല്ലോ? അപ്പം ഈ സ്ട്രക്ചർ മൊത്തം മാറും. എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കോളൂ. ഇപ്പൊ CH3, CH3 ഇവിടേക്ക് ഒരു CH3 കൊടുത്തു. ഇപ്പൊ എന്തായിട്ട് മാറി? ഇവിടേക്ക് ഒരു ബ്രാഞ്ച് ആയില്ലേ? ഇങ്ങനെയല്ല, അങ്ങോട്ടൊരു ബ്രാഞ്ച് ആയില്ലേ? അതാണെന്ത് നമ്മുടെ ഇന്ന് പഠിക്കാൻ വേണ്ടി പോണത്. സെറ്റ് ആണോ? നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ഉണ്ട് സർ. അങ്ങനെയാണ് നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി പോവാം. നോമൻക്ലേച്ചർ ഓഫ് സിംഗിൾ ബ്രാഞ്ചിലെ ഹൈഡ്രോ കാർബൺ. എന്താ പറഞ്ഞത്? ഒരു ശാഖയുള്ള ഹൈഡ്രോ കാർബണിന്റെ നാമകരണം. ഒറ്റ ശാഖ, ഒറ്റ ബ്രാഞ്ച് ഉള്ളൂ, കുറെ ബ്രാഞ്ച് ഇല്ല. എടാ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇതിപ്പോ ഒരു ഇതൊരു മരമാണ് വിചാരിച്ചോളൂ. ഇതൊരു മരം. ഈ മരത്തിന് എത്ര ശാഖ? ഇവിടെ ഒരു ശാഖ ഉണ്ട്. ഒരു ശാഖ ഉണ്ട്. ഇതാണ് സിംഗിൾ ബ്രാഞ്ച് പറഞ്ഞാൽ ഒരു ശാഖ. അപ്പോ ഹൈഡ്രോ കാർബൺ ആണ് എങ്ങനെ കാര്യം? CH3, CH3 ഇങ്ങോട്ടൊരു ശാഖ. ഇത് ബ്രാഞ്ച്, ഒരു ബ്രാഞ്ച് ഉള്ളത്. അപ്പൊ ഇനി 2 ബ്രാഞ്ച് ഉണ്ടെങ്കിലോ നമ്മൾ വേറെ പഠിക്കും. ഒരു ശാഖയിലാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണ് സർ. അനി ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എഴുതുന്നുണ്ട്. നോക്കിക്കോളൂ, നല്ലോണം നോക്കിക്കോളേ. CH3, CH2, CH3 ഇവിടേക്ക് ഇങ്ങോട്ടൊരു ബ്രാഞ്ച് ഉണ്ട്, CH3. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എങ്ങനെയാണ് പേരിടുക? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് പഠിക്കാൻ വേണ്ടി പോണത്. സെറ്റ് ആണോ? നിങ്ങൾ സെറ്റ് ആണോ? ഓക്കെ ഉണ്ട് സർ. അപ്പൊ ഫസ്റ്റ് നമ്മളിങ്ങനെ ബ്രാഞ്ച് വന്നു അല്ലെ? ബ്രാഞ്ച് വരുമ്പോ ഫസ്റ്റ് നമ്മൾ നോക്കണ്ടിന്നോ, ഏറ്റവും വലിയ ചെയിൻ ഏതാണ്? ഏറ്റവും വലിയ ചെയിൻ എന്ന് പറഞ്ഞാല് ഇതൊരു ചെയിനാണ് അല്ലേ? ഇനി ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പേൻ എടുക്കാതിരും അറ്റം വരെ പോകണം. അപ്പൊ ഇതൊരു ചെയിനാണ്. അപ്പൊ സർ, ഇങ്ങനെ പോയി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ ബന്ധത്തിന് പോലെ അത് പറ്റൂല. അപ്പൊ പേൻ എടുക്കാതെ. അപ്പൊ ഇതൊരു ചെയിനാണ് അല്ലേ? ഇതൊരു ചെയിനാണ്. അതാണ് ചെയിൻ. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളതാണ് ഫസ്റ്റ് നമ്മൾ എന്ത് എടുക്കേണ്ടത്? മെയിൻ ചെയിൻ ഒക്കെ എടുക്കേണ്ടത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ ഇതിനാണോ അല്ലെ? ഇതിനാണോ എന്ന് ഫസ്റ്റ് നോക്കുക. പിന്നെ നോക്കുക ഇതിനാണോ നോക്കുക, അല്ലെങ്കിൽ ഇതിനാണോ. അപ്പൊ നമ്മൾ ഓരോന്ന് നോക്കണ്ടോ? ഓരോന്ന് നമ്മൾ ഫസ്റ്റ് നല്ല രീതിയിൽ പഠിച്ചു പോവാണ്. നോക്കിക്കോളൂ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ ഇങ്ങോട്ട് എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 അല്ലെ? 4 കാർബൺ. അപ്പൊ ഇവിടെ എഴുതിച്ചു 4. ഇനി നമ്മൾ നോക്കുന്ന അടുത്തൊന്നാണ്. വേറെ കളർ കൊണ്ടാക്കാം. ഇങ്ങനെ പോയി ഇങ്ങനെ ഇവിടേക്ക് അല്ലേ? ഇവിടെ എത്ര കാർബണാ ഉള്ളത്? സർ, ഇവിടെ ഉള്ളത് 1 2 3 കാർബൺ ഉള്ളൂ. 3 അല്ലേ? ഇനി അടുത്ത നമ്മൾ നോക്കിക്കോളൂ. ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്നൂടെ? അപ്പൊ എത്രയാണ്? അപ്പൊ സർ 1 2 3 4. അപ്പൊ ഇവിടെ 4 ഉണ്ട് സർ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ രണ്ടോടത്തും 4. അപ്പൊ രണ്ടും എന്ത് ചെയ്യാം? മെയിൻ ചെയിൻ ആക്കി എടുക്കാം. നമുക്ക് ഏതിൽ ഉത്തരം ഒന്നേ കിട്ടുള്ളൂ. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? മെയിൻ ചെയിൻ ആക്കി എടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? മെയിൻ ചെയിൻ ആയിട്ട് എന്തെടുത്തു? നേരെ എടുത്തു. ഇതെടുത്തു. ക്ലിയർ ആണല്ലോ? ഇത് മെയിൻ ചെയിൻ ആക്കി എടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? അതൊന്ന് എന്ത് ചെയ്യാണ്? ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് സർക്കിൾ ചെയ്യാം കേട്ടോ. ഒന്ന് റെഡ് കൊണ്ട് എന്ത് ചെയ്യാം? അതാണ് നമ്മൾ മെയിൻ ചെയിൻ ആക്കി എടുത്തത്. ഇത് മെയിൻ ചെയിൻ ആക്കി എടുത്തു. ഇനി ശ്രദ്ധിക്കാം. ഫസ്റ്റ് മെയിൻ ചെയിൻ കണ്ടെത്തിയല്ലോ. മെയിൻ ചെയിൻ എന്ന് കണ്ടെത്തി. അപ്പൊ മെയിൻ ചെയിൻ കണ്ടെത്തി കഴിഞ്ഞാൽ ആ മെയിൻ ചെയിനിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇതെല്ലാം മെയിൻ ചെയിൻ. അതിന് മാറിക്കാണെന്ത്? ബ്രാഞ്ച്. ഇതല്ലേ? അപ്പൊ ഇതല്ലേ ബ്രാഞ്ച്? ആണ് സർ, അതാണ് ബ്രാഞ്ച്.
ആ ബ്രാഞ്ചിന് ഒരു പേരുണ്ട്. സർ ഒരു കാർബണല്ല, അവൻ മീഥൈനാണോ? അങ്ങനല്ല നമ്മൾ പറയാ. നമ്മൾ ഈ ബ്രാഞ്ചിന് മീഥൈൽ എന്നല്ല പറയാ, മീഥൈൽ. എന്താ പറയാ? ബ്രാഞ്ചിന്റെ പേര് നമ്മൾ എങ്ങനെ പറയാന്നോ? മീഥൈൽ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ചിന്റെ പേര് ഫസ്റ്റ് കണക്കാക്കണം അല്ലെ. അപ്പൊ ഈ ബ്രാഞ്ചിന്റെ പേര് എന്താണ്? മീഥൈൽ. സാർ എങ്ങനെ മനസ്സിലായത്? നോക്കിക്കോളട്ടോ, നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളൂ. അതായത് ഇവിടെ ഉണ്ട് നോക്കിക്കോളൂ. ഓക്കെ, 1 മിനിറ്റ്. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? വണ്ടിയിൽ പ്രയാസം ഉണ്ടോ? ചെറിയൊരു പ്രയാസം ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ സെറ്റ് അല്ലേ? ഇപ്പൊ സെറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. ആണല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് മാറ്റിയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഓക്കെ ഇവിടെ താഴെ ചെറിയൊരു പ്രയാസം ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് താഴെ ചെറിയൊരു പ്രയാസം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മളൊന്ന് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, പ്രൊപ്പൈൽ കാണുന്നില്ല താരെ? പ്രൊപ്പൈൽ കാണുന്നുണ്ട് സർ കാണുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ ഇത് നോക്കിക്കോളൂ, ഇതെന്താ അറിയോ? ഇത് എന്തിന്റെ പേരൊക്കെ അറിയോ? മീഥൈൽ എന്ന് പറഞ്ഞാൽ ഒരു CH3 ബ്രാഞ്ചും ഒരു CH3 മാത്രമാണ് ഈ മീഥൈൽ എന്ന് പറയാം. ബ്രാഞ്ചും CH2 2 കാർബൺ ഉണ്ടെങ്കിൽ, ഒരു കാർബൺ ആണെങ്കിൽ മീഥൈൽ, ബ്രാഞ്ചും 2 കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈഥൈൽ. ശ്രദ്ധിക്കണം, YL എന്നാണ് ലാസ്റ്റ് കേട്ടോ, YL. 3 ഉണ്ടെങ്കിൽ എന്താണ്? 3 പറയുന്ന പേരാണ് പ്രൊപ്പൈൽ. എന്താണ്? പ്രൊപ്പൈൽ. അപ്പൊ 4 ഉണ്ടെങ്കിലോ? ബ്യൂട്ടൈൽ. 5 ഉണ്ടെങ്കിലോ? ഹെക്സൈൽ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണടാ? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ, ഞങ്ങൾക്ക് ഓക്കെയാണ്. ഓക്കെ ഫൈൻ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിക്കട്ടോ. ചെറിയൊരു പ്രശ്നത്തിലുണ്ടോ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാണ് കേട്ടോ. ഓക്കെ, ഇപ്പം കോക്കിൽ ശരിക്കും കാണുന്നില്ലേ? ഓക്കെ ഇനി പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഒരു കാർബൺ ആണെങ്കിൽ എന്താ പറയാ? മീഥൈൽ. 2 ആണെങ്കിൽ ഈഥൈൽ. 3 ആണെങ്കിൽ പ്രൊപ്പൈൽ. 4 ബ്യൂട്ടൈൽ, പെന്റൈൽ, ഹെക്സൈൽ, അങ്ങനെ പോകും. ഓക്കെ സർ, മനസ്സിലായി. അതാണ് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര്, അത് ബ്രാഞ്ചിന്റെ പേരാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ എങ്ങനെയാണ് പേരിടാൻ വേണ്ടി പോവാം? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പേരിടാന് മെയിൻ ചെയിൻ കണ്ടെത്തണം. മെയിൻ ചെയിൻ നമ്മൾ കണ്ടെത്തിയില്ലേ സർ? മെയിൻ ചെയിൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ എന്താ ശ്രദ്ധിക്കേണ്ടത്? അപ്പോ ഇടേണ്ട രീതി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്, ഫൈൻഡ് നമ്പർ ഓഫ് ദ കാർബൺ ഇൻ ദ ലോങ് ചെയിൻ എന്ത് കണ്ടെത്തുക അല്ലേ? അതായത് നീണ്ട ചെയിനിലെ കാർബണിന്റെ എണ്ണം കണ്ടെത്തുക. ഏതാണ് നീണ്ട ചെയിൻ കാണാനാണ് എന്ത് ചെയ്യുക? അതിലെ കാർബൺ എണ്ണം കണ്ടെത്തിയാൽ മതി. എന്നിട്ട് എന്താ പറയാ? ദ നമ്പർ ഓഫ് ലോങ് ചെയിൻ സച്ച് വേ ദാറ്റ് ബ്രാഞ്ച് ഗെറ്റ് മിനിമം നമ്പർ അല്ലേ? ഇവിടെ പറഞ്ഞു ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ സംഖ്യ ലഭിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യണം? ചെയിന് നമ്പർ ഇടണം. അപ്പൊ ഇവിടെ ശാഖ എവിടെയാണ് കിടക്കുന്നത്? ഫസ്റ്റ് നമ്മൾ മെയിൻ ചെയിൻ കണ്ടെത്തി, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഈ ബ്രാഞ്ചിന് എന്ത് ചെയ്യണം? നമ്പർ ഇടണം. നമ്പർ ഇടൂലേ? നമ്പർ ഇടലുണ്ട്. നമ്പർ ഇടുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അതിന് എന്ത് ചെയ്യണം? മിനിമം നമ്പർ വരണം. അപ്പൊ ഞാൻ അവിടെ നമ്പർ ഇടണമെന്നോ? ഞാൻ ഈ ഭാഗത്ത് നമ്പർ ഇടാണ്. അപ്പൊ 1 2 3 4. അപ്പൊ എത്രാമത്തെ ബ്രാഞ്ചിലാണ് ഈ കാർബൺ കിടക്കുന്നത്? എത്രാമത്തെ ബ്രാഞ്ചിലാണ്? 2ാമത്തിലാണ് കിടക്കുന്നത്. ഈ ബ്രാഞ്ച് കിടക്കുന്നത് അല്ലേ? ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടാണെങ്കിലോ സർ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടാണെങ്കിൽ മാറിയിട്ട് 1 2 3 3ാമത്തെ ബ്രാഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കിടക്കുന്നത്. സോറി, 3ാമത്തെ കാർബണിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഏത് ബ്രാഞ്ച്? സോറി ഏത് ബ്രാഞ്ച് എടുക്കുന്നത്? 3ാമത്തിലാണ് എന്ത് ചെയ്യുക? ഈ ബ്രാഞ്ച് കിടക്കുന്നത് 3ാമത്തെ കാർബണിൽ. എന്നാൽ ശ്രദ്ധിക്കാം, അങ്ങോട്ട് പോകുമ്പോ 2ാമത്തിലാണ് എന്ത് ചെയ്യുന്നത്? 1 2ാമത്തിലാണ് ബ്രാഞ്ച് കിടക്കുന്നത്. ഈ അവിടെ നിങ്ങൾ ഇടുമ്പോഴോ 1 2 3ാമത്തിലാണ് ബ്രാഞ്ച് കിട്ടുന്നത്. അപ്പൊ പറഞ്ഞു മിനിമം നമ്പർ എന്തിനും ബ്രാഞ്ചിന് കിട്ടണം. അപ്പോൾ നമ്പർ ഇടുക. മിനിമം നമ്പർ ഇവിടെ ഇതല്ലേ? ഏറ്റവും ചെറിയ നമ്പർ ഇതല്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇടാൻ മനസ്സിലായി. ഇത് ക്ലിയർ ആണല്ലോ സർ? അത് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലിയർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. ഐഡന്റിഫൈ ദ ബ്രാഞ്ച് അറ്റാച്ച്ഡ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് നെയിം. ആ ബ്രാഞ്ചിന്റെ പേരെന്താ നമുക്കറിയാം? ഒരു കാർബൺ മാത്രമേ ഉള്ളൂ ബ്രാഞ്ചിന്. അപ്പൊ എന്താണ്? മീഥൈലാണ്. അപ്പൊ ഞാൻ എങ്ങനെ പേരിടുക? അതാണ് പറയുന്നത്. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് അല്ലേ? ശാഖയുടെ സ്ഥാനാണ് ഫസ്റ്റ് പറയുന്നത്. ശാഖയുടെ സ്ഥാനം എന്താടാ? 2 അല്ലേ? 2ാം കാർബൺ അപ്പൊ 2. ഓർഗാനിക് കെമിസ്ട്രി ശ്രദ്ധിക്കണം, ഒരു ഡിജിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് ലെറ്റർ ആണ് എന്ത് ചെയ്യണം? പിന്നെ ഹൈഫൺ ആണ് ഇടേണ്ടത്. 2. എന്നൊരു ശാഖന്റെ പേരാ പിന്നെ പറയണത് അല്ലെ? നെയിം ഓഫ് ബ്രാഞ്ചിന്റെ പേര് ഇവിടെ എന്താണ്? മീഥൈലാണ്. അപ്പൊ മീഥൈൽ ശ്രദ്ധിക്കണ്ട, മീഥൈൽ കാണുന്നില്ലേ?
ടു മിഥൈൽ. പിന്നെന്താ പറഞ്ഞത്? വേർഡ് റൂട്ട് എന്താടാ? ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 ആണ്. പിന്നെ സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ എന്താണ്? എയിനാണ്. അപ്പൊ എന്താണ്? 4 ആകുമ്പോ ബ്യൂട്ടൈൻ. എന്ത് വരും? ബ്യൂട്ടൈൻ. അപ്പൊ എന്താ വന്നത്? 2 മിഥൈൽ ബ്യൂട്ടൈൻ. എന്താ? 2 മിഥൈൽ ബ്യൂട്ടൈൻ. സർ മലയാളത്തിലും കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം ആക്കല്ലേ. അപ്പൊ എങ്ങനെ എഴുതാ? 2, ഇവിടെ ശ്രദ്ധിക്കണം, മീഥൈൽ. 2 മിഥൈൽ. നിങ്ങളെ ബുക്കിൽ കണ്ടോ? ഇവിടെ സ്പെല്ലിംഗ് എല്ലാം ശ്രദ്ധിക്കണ്ടോ? 2 മിഥൈൽ. ഇതാണ് സ്പെല്ലിംഗ്. 2 മിഥൈൽ. ശ്രദ്ധിക്കാം. 2 മിഥൈൽ. പിന്നെ എന്താ വരിക? ഒരുമിച്ച് നമ്മുടെ സ്ഥലത്ത് അടിക്ക് എഴുതാൻ കേട്ടോ. 2 മിഥൈൽ ബ്യൂട്ടൈൻ. സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ANE ആണ്. അപ്പൊ ശ്രദ്ധിക്കണം. ബ്യൂട്ടൈൻ. ഇങ്ങനെയാണ് വരിക. ഓക്കെ ആണോ സർ? ഇപ്പൊ മനസ്സിലായി? ഇപ്പൊ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കല്ലേ? ഓക്കെ സർ, അടുത്തൊന്ന് ചെയ്ത് നോക്കാം. ഒരു ശാഖയിൽ അടുത്തൊരു കോമ്പൗണ്ട് ചെയ്ത് നോക്കാം. നോക്കിക്കോട്ടോ. CH3 CH2 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 CH3. എന്നിട്ട് ഇവിടെ ചെറിയ മാറ്റമുണ്ട്. CH3. ഓക്കെ, CH3. ഇതിന്റെ പേര് എന്നിട്ടാണ്. എന്താ പേര് നിങ്ങൾക്ക് തന്നെ അറിയണം. ഫസ്റ്റ് വലിയ ചെയിൻ കണ്ടെത്തുക. 1 2 3 4 5. അങ്ങനെ ആകുമ്പോൾ 5 ആ കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ 1 2 3 4 കിട്ടുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ 4 കിട്ടുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ 1 2 3 4 അപ്പോഴും 4 കിട്ടുന്നുള്ളൂ. അപ്പൊ ഏതാ വലിയ ചെയിന്? അപ്പൊ തന്നെയാണ്. ഫസ്റ്റ് വലിയ ചെയിനെ കണ്ടെത്തി. ആ വലിയ ചെയിൻ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ബോക്സിലാക്കി മാറ്റി. അപ്പൊ തെറിച്ചു നിൽക്കുന്ന ഈ സാധനമാണ് എന്ത്? ബ്രാഞ്ച്. ഇതാണ് ബ്രാഞ്ച് അല്ലെ? ഇതാണ് ബ്രാഞ്ച്, ശാഖ. അപ്പൊ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ശാഖന്റെ സ്ഥാനത്ത് ചെറിയ നമ്പർ കിട്ടണം. എടാ അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടാൽ 1 2 3 4 5 3ലാണ് ശാഖ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 1 2 3 അപ്പോഴും 3ലാണ് ശാഖ അല്ലേ? അപ്പൊ എവിടുന്ന് നമ്പർ ഇടാൻ മനസ്സിലായി? സെറ്റ് ആണല്ലോ? ഓക്കെ ആണ്. അങ്ങനെയാണ്. ഇനി എന്താ ചെയ്യാ? നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യാ? പേരിടാൻ വേണ്ടി പോവാണ്. എന്ത് ഫസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ശാഖന്റെ സ്ഥാനം എവിടെയാണ്? പൊസിഷൻ ഓഫ് ദി അവിടെ കറക്റ്റ് വരുന്നുണ്ട്. ശാഖയുടെ സ്ഥാനം ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. ശാഖയുടെ സ്ഥാനം നോക്കിക്കോളൂ. 3ലാണ്. അപ്പൊ 3. ശാഖന്റെ പേരെന്താ? ഒറ്റൊന്നുള്ള മിഥൈൽ. 2 മിഥൈൽ. എന്താണ്? 2 മിഥൈൽ. YL എന്നുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണം, YL എന്നേ ഉള്ളൂ കേട്ടോ. 2 മിഥൈൽ. എത്രയുണ്ട്? പെൻഡൽ 5 എണ്ണല്ലേ? അപ്പൊ 5 കാർബൺ അല്ലേ? അപ്പൊ പെൻഡ്. എയിനല്ലേ? സിംഗിൾ ബോണ്ട് അല്ലേ? ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല സർ. അപ്പൊ പെൻഡൈൽ. സർ മലയാളത്തിൽ പറയും. മലയാളത്തിൽ ഇത്ര ഉള്ളൂടാ. മലയാളത്തിൽ 3 മിഥൈൽ പെൻഡൈൻ. 2 മിഥൈൽ പെൻഡൈൻ. ഇത്രയും കാര്യം സെറ്റാണോ? ഓക്കെ ആണോ? അടിപൊളിയല്ലേ? ഓക്കെയാണ് സർ, സെറ്റാണ്, മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി ചെയ്ത് നോക്കാം. നോയിക്കോട്ടോ. CH3 CH2 CH3. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കാണ്? ഒരു ബ്രാഞ്ച് കൊടുക്കാണ്. ചിലപ്പോൾ നമുക്ക് ചെറിയ മാറ്റം വരുത്തേണ്ടി വരും. ഞാൻ ചെയ്ത് നോക്കാം കേട്ടോ. CH2 CH3. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് നോക്കാന്നാണ്. 1 2 3 4 5 6. ഇതിൽ 5ആണ്. മെയിൻ ചെയിൻ അതാണ് നമുക്ക് നോക്കാണ്. ഇനി 1 2 3 4 5 6 7. ഇവിടെ 7 വരുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്ത്? മെയിൻ ചെയിൻ ആയിട്ട് വരിക അല്ലേ? ഇതല്ലേ മെയിൻ ചെയിൻ ആയിട്ട് വരിക? അപ്പോൾ ആണ് സർ, ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ മെയിൻ ചെയിനെ ഫസ്റ്റ് നമ്മൾ എന്താണ്? പെട്ടിയിലാക്കുക. മെയിൻ ചെയിനെ പെട്ടിയിലാക്കി. അപ്പൊ ഈ തെറിച്ച് നിൽക്കുന്ന ആരാണ്? എന്ത്? ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ ഒരു ചെറിയ നമ്പർ വരണ്ടേ? അപ്പൊ ഞാൻ ഇവിടെ നമ്പർ ഇട്ടു. 1 2 3ലാണ് ബ്രാഞ്ച് വന്നത്. 4 5 6 7. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുമ്പോഴോ 1 2 3 4 5ലാണ് ബ്രാഞ്ച് വരുന്നത് അല്ലേ? അപ്പൊ ഇവിടുന്ന് അപ്പൊ ഏതാ ശരി? ഇതാണ് ശരി, മുകളിലത്താണ് ശരി. അപ്പൊ ഇവിടെ ബ്രാഞ്ച് വരുന്നത് 3ലാണ്. അപ്പൊ ഇവിടെ എന്താ പേര് എഴുതുക? 3
മിഥൈൽ ഒറ്റ കാർബണേ ഉള്ളൂ, ഇവിടെ ഒറ്റ കാർബണേ ഉള്ളൂ അല്ലേ. അപ്പൊ എന്താണ് 3 മിഥൈൽ മിഥൈൽ എന്താ പറഞ്ഞത്, എത്ര ഉണ്ട്, ഹെക്സ് ഹെപ്റ്റൈൻ. ഹെപ്റ്റൈൻ എന്താ പറയാ, ഹെപ്റ്റല്ലേ പറയാ അല്ലേ. ഹെപ്റ്റ് ഒക്ട് നണ്ണ് ഡെക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ മലയാളത്തിൽ എങ്ങനെ എഴുതുക, 3 മലയാളം കാണില്ലേ, 3 മിഥൈൽ 3 മിഥൈൽ മിഥൈൽ ഹെപ്റ്റൈൻ. ഹെപ്റ്റൈൻ സർ സിമ്പിൾ ആണ്. എന്നാൽ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ചെയ്യാം, ഒന്നും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവസാനിപ്പിക്കാം. സിമ്പിൾ അല്ലേ, സംഭവം അടിപൊളിയല്ലേ. ഓക്കെ ആണ് സർ. അങ്ങനെ നോക്കിക്കോട്ടോ, CH3 CH CH CH2 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 CH3. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യുന്നു CH2 CH3 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഞാൻ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്, ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. CH2 ഇവിടെയാണ് CH3 കൊടുക്കുന്നത്, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് സെറ്റാണോ? അപ്പൊ എങ്ങനെ നമ്മൾ പേരിടാം, 1 2 3 4 ഇവിടെ CH2 ഇതിന് കേട്ടോ, CH2. അപ്പൊ എഴുതാം 1 2 3 4 5 6 7 8 9. ഇത് 9 ആണ് ഈ ചെയിനോ 1 2 3 4 5 6 7 8 ഉള്ളൂ, ഇത് 8 ഉള്ളൂ. അപ്പൊ പറ്റുമോ, പറ്റൂല. ഇനി 1 2 3 4 5 6 ഇത് 6 ഉള്ളൂ. അപ്പൊ ഏതാ പറ്റുക, മെയിൻ ചെയിൻ ആണ് വലുത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെയാണ് ബോക്സിലാക്കി. അപ്പൊ ഈ തെറിച്ച് നിൽക്കണാണ് എന്ത്, ബ്രാഞ്ച്. ഇതാണ് ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ ബ്രാഞ്ചിന് എത്ര ആളുണ്ട് ഇവിടെ സർ 1 2 ആളുണ്ട്. എത്ര ആളുണ്ട്, 2 ആളുണ്ട്. അപ്പൊ മീഥൈലാണോ, അല്ല ഇഥൈൽ എന്നാവും. പേരിടാ. ഫസ്റ്റ് എന്ത് ചെയ്യാ, എവിടെയാണ് ബ്രാഞ്ച് കിടക്കണ നോക്കുക. എവിടെ ബ്രാഞ്ച് കിടക്കുന്നത്, 1 2 3 4 5 6 7 8 9. ഇവിടെ 4ലാണ് ബ്രാഞ്ച്. ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിലോ 1 2 3 4 5 6ലാണ് ബ്രാഞ്ച്. അപ്പൊ ശരി 4ലാണ്, ശരി മിനിമം നമ്പർ വരണം. അപ്പൊ എന്താ ഫസ്റ്റ് എന്ത് ചെയ്യുക, എവിടെയാണോ ശാഖന്റെ പൊസിഷൻ എവിടെയാണ് ഫസ്റ്റ് ഇടാം. 4ലല്ലേ, 4. എത്ര ഉണ്ട് ശാഖ, 1 2 അല്ലേ. അപ്പൊ ഇഥൈൽ, 4 ഇഥൈൽ. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ഉണ്ട് ഇഥൈലാണ്, ഇവിടെ ഇഥൈൽ 4 ഇഥൈൽ. 2 എന്താണ്, ഇഥൈൽ. 2 ഇഥൈലാണ്. ഓക്കെ സർ മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ഇഥൈൽ. പിന്നെ എത്ര ഉണ്ട്, ഇവിടെ എത്ര ഉണ്ടാവും, ഇവിടെ എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 9 ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 9 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട്, 9 എന്താ, നൺ എന്നാണ്, നൺ. അപ്പൊ എന്ത് ചെയ്യാ, 4 ഇഥൈൽ 4 ഇഥൈൽ നണ്ണൈൻ. ക്ലിയർ ആണല്ലോ, 4 ഇഥൈൽ നണ്ണൈൻ. ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടോ, സെറ്റ് അല്ലേ. ഓക്കെ ആണ് സർ, മനസ്സിലാവുന്നുണ്ടോ, ഓക്കെ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ അടുത്ത പഠിക്കാം. ഇതിപ്പോ സിംഗിൾ ബ്രാഞ്ച് ആണ്. ഇനി എന്താണ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺ. HC പറഞ്ഞ ഹൈഡ്രോകാർബൺ ആണ് കേട്ടോ. ഹൈഡ്രോകാർബൺ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്, ഒന്നിലധികം ബ്രാഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പേര് കൊടുക്കുക. അപ്പൊ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. എന്തുള്ളൂ, ഫസ്റ്റ് നമ്മൾ മെയിൻ ചെയിനെ കണ്ടെത്തുന്നോട് പറയുന്നുണ്ട്, ഫൈൻഡ് നമ്പർ ഓഫ് കാർബൺ ഓഫ് ലോങ് ചെയിൻ എത്ര കാർബൺ നോക്കണം, നമ്പർ ഓഫ് ലോങ് ചെയിൻ സച്ച് വേ ദാറ്റ് ബ്രാഞ്ച് കിട്ടി മിനിമം നമ്പർ കിട്ടണം. അതേ റൂൾ തന്നെയാണ്. ഐഡന്റിഫൈ ദ ബ്രാഞ്ച് അറ്റാച്ച്ഡ് ആണ് ഫിക്സ്ഡ് നെയിം, അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ ചെറിയ മാറ്റമുണ്ട്, പൊസിഷൻ ഓഫ് ബ്രാഞ്ച്. കുറെ ബ്രാഞ്ച് ഉണ്ടാവില്ലേ, ഒന്നിലധികം ബ്രാഞ്ച് ഉണ്ടാകും. അപ്പോ ഒരു ബ്രാഞ്ച് ആണെങ്കിൽ ഡൈ ഇത് കൊടുക്കണം. മനസ്സിലാവും. ഫസ്റ്റ് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് കൊടുക്കുക. 1 4 ബ്രാഞ്ച് ഉണ്ടാവും. അപ്പൊ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് കൊടുക്കുക. എങ്ങനെ മനസ്സിലായി തരാം. ഫസ്റ്റ് പറഞ്ഞതിന് മുന്നേ ചെയ്യാം, ഞാൻ മനസ്സിലാക്കി തരാം, എന്നാൽ ഒന്നുകൂടി ക്ലിയർ ആകും. അതായത് നോക്കിക്കോട്ടോ, ഇപ്പോ CH3 ഇവിടെ ഒരു ബ്രാഞ്ച് വന്നേ, CH3 ഇങ്ങനെയാണ് വിചാരിച്ചോളൂ. അപ്പൊ ഇവിടെ എത്ര ബ്രാഞ്ച് വന്നു, നോക്കിക്കോട്ടോ. ഇവിടെ 2 ഫസ്റ്റ് മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. 1 2 3 4 5 ഇതന്നെയല്ലേ മെയിൻ ചെയിൻ, അല്ലാതെ മെയിൻ ചെയിൻ ഉണ്ടോ നോക്കാം. 1 2 3 4 5 ഇങ്ങനെയും പറ്റും. അപ്പോഴും 2 ബ്രാഞ്ച് ഉണ്ടാകും. പുറത്തേക്ക് നിൽക്കണേ, ഇതിന് തൊടാത്ത 2 ആൾക്കാർ നിൽക്കണില്ലേ, അതാണ് ബ്രാഞ്ച്. ഇങ്ങനെയാണ് 2 ബ്രാഞ്ച് ഉണ്ടാകും. അപ്പൊ എങ്ങനെ ആയാലും പറ്റും. ഓക്കെ, അപ്പൊ മെയിൻ സാധനം എന്താണ്,
ഇതാണ് എനിക്ക് മനസ്സിലായി. ഏത് കൊടുക്കുക ഞാൻ ഇതാക്കി എടുക്കുന്നു. ഇത് രണ്ടും ബ്രാഞ്ചാണ് ആണല്ലോ. ഇനി എന്ത് നമ്പർ ഇടണം. നമ്പർ ചെറിയ നമ്പർ വരണം. ആർക്ക്? ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ വരണം. അപ്പൊ ഞാൻ ഇവിടുന്ന് ആണെങ്കിൽ 1 2 3 4 5 4ലും 2ലും. ഇനി ഇവിടെ അങ്ങോട്ട് ആണെങ്കിലോ 1 2 3 4 5. അവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടാലും 2ലും 4ലാണ്, ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടാലും 2ലും 4ലാണ്. അപ്പൊ നമ്മൾ ഏത് എടുക്കുക? ഏത് എടുക്കുക? രണ്ടും കറക്റ്റാണ്. ഓക്കെ സാർ, രണ്ടും കറക്റ്റാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? പേരിടുക. ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? സ്ഥാനം. എവിടെയൊക്കെ സ്ഥാനം? 2ല് ചെറിയ സംഖ്യ ഫസ്റ്റ് പറയണം. 2ലും 4ലും അല്ലേ? ഫസ്റ്റ് 4 2 പറയരുത്, ഫസ്റ്റ് ചെറുതിടണം. 2 പറയണം. 2 ഉണ്ടല്ലോ. അപ്പൊ 2 4 2 ഡിജിറ്റ് ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്തിടും? കോമ ഇട്ടോ. 2 ഡിജിറ്റ് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യും? കോമ ഇടും. ഓക്കെ ആണല്ലോ. 2, 4. പിന്നെ ഇത് വേണം, ഹൈഫൺ വേണം. ഹൈഫൺ. പിന്നെ നമ്മൾ എയ്ത്താണ്. ഇനി നമ്മൾ പഠിച്ചു എന്താ പറയുക? 2 ശാഖ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്താണ്? ഡൈ, ട്രൈ, ടെട്ര എന്ന് കണ്ടോ? രണ്ടെണ്ണം എന്ത് പറയണം? ഡൈ എന്ന് പറയും. 2 ഡൈ പറയാം, 3 ട്രൈ, 4 ടെട്ര. അപ്പൊ ഒരു ബ്രാഞ്ചിലോ 2 ബ്രാഞ്ചിലുള്ളൂ. അപ്പൊ എന്ത് പറഞ്ഞാൽ മതി? ഡൈ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? 4 ഡൈ. പിന്നെന്താണ്? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ബ്രാഞ്ചിന്റെ പേരെന്താ? ഡൈ. എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇതുണ്ട്. ഏതാ ബ്രാഞ്ച്? മീഥൈൽ. 2 മീഥൈലല്ലേ? ഒക്കെ ഒരേ സാധനം. അപ്പൊ എന്ത് ചെയ്യുക? ഡൈ മീഥൈൽ. 2, 4 ഹൈഫൺ ഡൈ മീഥൈൽ. എത്ര ഉണ്ട്? 5 അല്ലേ? 5ന് എന്താ പറയാ? പെൻഡൈൻ. ANE സിംഗിൾ ബോണ്ട് ആണ്. മലയാളത്തിൽ എങ്ങനെ എഴുതാ? 2, 4. അവിടെ കാണുന്നില്ല അല്ലേ? ഞാൻ വേറെ സ്ഥലത്ത് എഴുതുന്നുണ്ട്. 1 മിനിറ്റ്, ചെറിയൊരു പ്രശ്നം വന്നാണ്. 2, 4. എന്താ പറയാ? മലയാളത്തിലൂടെ ഉണ്ട് ഡൈ, ഇവിടെ ഉണ്ട് ഡൈ. മനസ്സിലാവുണ്ടല്ലോ. 2, 4 ഹൈഫൺ ഡൈ മീഥൈൽ പെൻഡൈൻ. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഓക്കെയാണ് സാർ, മനസ്സിലായി. ഓക്കെയാണ്, എനിക്ക് പ്ലീസ് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊന്നുകൂടി ചെയ്യാം അല്ലേ? ചെയ്യല്ലേ? ഒന്നിലധികം ബ്രാഞ്ച് വരുന്നതാണ്. ഓക്കെ, നോയിക്കോളൂ കേട്ടോ. നോയിക്കോളെ നല്ലോണം നോയിക്കോളെ കേട്ടോ. ഓക്കെ, എന്താണ്? CH3 CH2 ഓക്കെ, CH2 CH3 ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെയും ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ നമ്പർ വലിയ ചെയിൻ ഫസ്റ്റ് വലിയ ചെയിൻ 1 2 3 4 5 6 7 ആണ്. അപ്പോൾ ഇത് 7 ആണ് അല്ലേ? ഏറ്റവും വലിയ കാർബൺ. കുറച്ച് 7 കാർബൺ ഉണ്ട്. ഇനി ഇതോ 1 2 3 4 5. ഇങ്ങനെ ആകുമ്പോൾ എത്ര ഉള്ളൂ? 5 ഉള്ളൂ. ഇനി 1 2 3 4 5 6 7. ഇങ്ങനെ ആകുമ്പോൾ 7 ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എടുത്താലും മതി, ഇതല്ലേ ഏറ്റവും സുഖം. ഓക്കെ, അപ്പൊ ഏത് എടുക്കാം? ഞാൻ എന്ത് ചെയ്തു? അതെടുത്തു. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. അപ്പൊ രണ്ടാളും എന്താണ്? ഇത് രണ്ടും എന്താണ്? ബ്രാഞ്ച് ആണ്. മനസ്സിലായി? ഇനി നമ്പർ ഇടണം. നമ്പറോട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ 1 2 3 4 5 6 7. എവിടെയൊക്കെ ബ്രാഞ്ച് ഉള്ളത്? 4ലും ബ്രാഞ്ച് ഉണ്ട്, 2ലും ബ്രാഞ്ച് ഉണ്ട്. ഇനി അവിടെ ഇങ്ങനെ ഇടുമ്പോഴോ 1 2 3 4 5 6 7. ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുമ്പോൾ എന്തിനാണ്? 4ലും ഫസ്റ്റ് പറഞ്ഞ 4ലാണ്, പിന്നെ എന്താണ്? 6ലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ 4ലും 6ലാണ്, ഇവിടെ 2ലും 4. ചെറിയ നമ്പർ എപ്പോഴും ഇതിന് ബ്രാഞ്ചിന് കിട്ടണം. അപ്പൊ നമ്മൾ എടുക്കുക, ഇത് എടുക്കൂല. 6ഉം 4ഉം എടുക്കൂല. വലിയ നമ്പർ അല്ലേ? ചെറിയ നമ്പർ ഇവിടെ 2 ഒന്നില്ലേ? അപ്പൊ ഇത് 2 എടുക്കുള്ളൂ. 2 4. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ സാർ, മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യാ? 2 ഉണ്ടല്ലോ. അപ്പൊ എവിടേക്കുള്ളത്? 2, 4. എവിടേക്കുള്ളത്? 2, 4. ആ സാർ, മനസ്സിലായി. 2, 4 ഡൈ ആണ്. ഡൈ 3 ഉണ്ടെങ്കിലോ 3 ബ്രാഞ്ച് ഉണ്ടെങ്കിലോ ട്രൈ എന്ന് പറയും. അത്രേ ഉള്ളൂ കേട്ടോ. ഡൈ മീഥൈൽ അല്ലേ? മീഥൈൽ. എത്ര ഉണ്ട്? ഹെപ്റ്റൈൻ. എന്താ ചെയ്താ? 2, 4. മലയാളത്തിൽ എഴുതുന്നുണ്ട്, ഇംഗ്ലീഷ് എഴുതുന്നുണ്ട്. സോറി, ഫസ്റ്റ് മലയാളത്തിൽ എഴുതിയല്ലേ, ഇംഗ്ലീഷ് എഴുതുന്നുണ്ട് കേട്ടോ. 2, 4. ഇവിടെ ഇംഗ്ലീഷ്, സോറി കേട്ടോ മക്കളെ, വളരെയധികം സോറി. ഇവിടെ ഡൈ മാത്രം മലയാളത്തിൽ എഴുതി അല്ലേ? സോറി അറിയാതില്ല കേട്ടോ. 2, 4 മായ്ക്കുന്നുണ്ട് കേട്ടോ, കൺഫ്യൂഷൻ വരണ്ട. 2, 4 ഡൈ.
2,4 ഡൈ മിഥൈൽ ഹെപ്റ്റൈൻ. ഇനി മലയാളത്തിലും എഴുതാം. മലയാളത്തിൽ എഴുതി കൂടെ 2,4 ഹൈഫൺ ഡൈ മിഥൈൽ ഹെപ്റ്റൈൻ. സെറ്റാണോ? ഓക്കെ സാർ, മനസ്സിലായി. അപ്പൊ ഇനി 3 കാർബൺ വരികയാണെങ്കിലോ 3 ബ്രാഞ്ച് അപ്പൊ ട്രൈ എന്ന് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് അതും കൂടി മാണിക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്യാം. അല്ലേ? നോക്കിക്കോളൂ. CH3 CH 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 CH2 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 CH3. ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെയും ഒരു ബ്രാഞ്ച്, ഇവിടെയും ഒരു ബ്രാഞ്ച്. അപ്പൊ വലുത് നോക്കാം. നമുക്ക് ഏതാ വലുത്? 1 2 3 4 5 6 7 8 അല്ലെ? ഇത് 8 ഉണ്ട്. ഇനി ഏറ്റവും വലുതാൻ ചാൻസ് ഏതാ? 1 2 3 4 5 6 7 8. ഇതും പറ്റും. ഇങ്ങോട്ട് കുറേയല്ലേ ചെയ്യാം. അപ്പൊ ഏതും പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? ഇത് വലുതാക്കി എടുക്കാം. അപ്പൊ 3 ബ്രാഞ്ച് വരും. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് അറിയുണ്ടാവും എന്തേ കാര്യം. 3 ബ്രാഞ്ച് നമുക്ക് അറിയാം. എവിടെയൊക്കെ ബ്രാഞ്ച് ഉള്ളത്? നമ്പർ ഞാൻ ഇട്ടുതരാം. 1 2 3 4 5 6 7 8. അപ്പൊ 2ലും 3ലും 4ലാണ് ഇവിടെ വരുമ്പോഴോ 1 2 3 4 5 6 7 8. അവിടെ നിന്ന് എന്താണ്? ഇവിടെ 5ലുണ്ട്, പിന്നെ 6ലും 7ലൊക്കെയാണ് വരുന്നത്. നമുക്കത് വേണോ? നമുക്കത് വേണ്ട. നമുക്ക് എന്ത് മതി? ഇത് മതി. ഇല്ല, അടിയത്തെ മതി അല്ലേ? ഇതാണ് നമുക്ക് കറക്റ്റ്. മറ്റു വലിയ സംഖ്യയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യാ? അപ്പൊ സർ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്കറിയാം ചെറുത് 2,3,4 ട്രൈ. ഭാഗ്യങ്ങൾ ഫുള്ളാക്കുക. തെറ്റാണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതിന്റെ ബാക്കി പഠിക്കണം. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇനി ഇവിടെ നിങ്ങൾ ഡൗട്ട് ഉണ്ട്. ഇവിടെ സർ ഒരു ബ്രാഞ്ചിൽ തന്നെ നിങ്ങൾ ഡൗട്ട് ആയിട്ട് ഞാൻ പറയുന്നത്, ഒരു ബ്രാഞ്ചിൽ തന്നെ ഇവിടെ എന്ത് വന്നു? ഇവിടെ CH2 CH3 വന്നു. ഇവിടെ CH3 മാത്രം വന്നു. ഇവിടെ CH2 CH3 CH4. അങ്ങനെ ഇവിടെ ബ്രാഞ്ച് 3 കാർബൺ വന്നു. ഇവിടെ 2 കാർബൺ ഉള്ളൂ. ഇവിടെ 1 കാർബൺ ഉള്ളൂ. അങ്ങനെയൊക്കെ വന്നത് ചെയ്യുക. അങ്ങനെയൊക്കെ വരാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും ഈ ചാപ്റ്ററിന്റെ. അപ്പൊ അടിപൊളിയായിട്ട് പറഞ്ഞൊരു കാര്യം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? വീണ്ടും കാണാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.